കാറിൽ പാട്ടിട്ടിട്ട് അവർ എന്തോ എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് ഞാൻ എവിടെയാണ്, എൻ്റെ ഊരും കൂടി എവിടെയാണ് എന്നൊക്കെ പറയുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് തന്നെ പറഞ്ഞു തുടങ്ങാം. എൻ്റെ പേര് ഷാമിലി എസ് എന്നാണ്. ഷാമിലി ശൈലജ എന്നാണ് എൻ്റെ ഫുൾ നെയിം. എൻ്റെ നാടെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. നഗരമെന്ന് വേണമെങ്കിൽ പറയാം. കഴക്കൂട്ടത്താണ് ഞാൻ പഠിച്ചതൊക്കെ. പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ വളർന്നത് കംപ്ലീറ്റ് കഴക്കൂട്ടത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു ബ്രദറും ആണുള്ളത്. ബ്രദർ കല്യാണം കഴിഞ്ഞ് വൈഫുണ്ട്. ഇത്രയാണ് എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പം കറൻ്റ്ലി ഉള്ളത് ദുബായിലാണ്, ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. കാറിൽ പാട്ടിട്ടിട്ട് അവർ എന്തോ എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇവിടെ ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ലൈറ്റ് കുറച്ച് കുറവായിരിക്കും അങ്ങനെ. പിന്നെ ഞാൻ വിട്ടുപോയ ഒരാളുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഇതല്ലാതെ ഒരാളും കൂടി ഉണ്ട്. അത് ഞങ്ങളുടെ പെറ്റാണ്, തക്കുടു. ഞാൻ യാഹു എന്നാണ് പേരിട്ടിട്ട് കൊണ്ടുവന്നത്. പക്ഷേ വീട്ടുകാരെല്ലാം കൂടി അവനെ തക്കുടുവാക്കി. അവനിപ്പോൾ ഒരു 2-2.25 വയസ്സോളം ആവും. അങ്ങനെ അവനും ഞങ്ങളുടെ ഒരു ഫാമിലിയിലൊരു ഇത്രയും വർഷമായിട്ടൊരു മെമ്പറാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഒരു മടി, ഒരു ചമ്മലൊക്കെ കാരണം ഞാനത് പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങ് കൊണ്ടുപോയതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം എന്നുള്ളത്. ഇപ്പോൾ ഒരു മൂഡ് വന്നു, അപ്പോൾ ഞാനങ്ങ് പറയാമെന്ന് വിചാരിച്ചു. ഷോർട്ട് വീഡിയോസ് വരുന്നതിന് മുന്നേയൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു, സ്കിൻ കെയറും സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി. അവിടെ കുറച്ച് റൂംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡിസ്റ്റർബ് ആവണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഒച്ച ഇത്തിരി കൂടിപ്പോയി. അപ്പം അവിടെ നിന്നും ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂളാണ്, ഇതിൻ്റെ സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെയും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല. കുറച്ച് പേര് പാട്ടും കവിതയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു 5 യൂട്യൂബ് ചാനൽ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബ്യൂട്ടി വ്ളോഗ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പഴയ കുഞ്ഞു വീഡിയോസ് കാണുമ്പോൾ അറിയാം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഞാൻ പോയി കോഴ്സൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ചാൻസ് കിട്ടിയത്. അപ്പോൾ അവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് മാർസുണ്ട്, പല പ്രോഡക്ട്സും നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള രീതിക്കുള്ളൊരു അവിടുത്തെ പ്രോഡക്റ്റ് ഇവിടെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളില്ലല്ലോ. അപ്പം എനിക്കങ്ങനെ അത്തരം വ്ളോഗുകൾ ചെയ്യുന്നതിനുള്ളൊരു പരിമിതികൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്ത് വ്ളോഗ് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ നിന്ന സമയത്താണ് ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ നീ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ ഇട്ടോ. എനിക്ക് അത്യാവശ്യം ഒരുപാട് കുക്കിംഗ് ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ശ്രമിക്കാറുണ്ട് കുക്ക് ചെയ്യാൻ. പുതിയ ഡിഷസൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പിന്നെ കുക്കിംഗ് വ്ളോഗ് ചെയ്ത് ഇടാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നെ സ്കിറ്റ് ചെയ്താലോ, കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. അതിട്ടപ്പോൾ കുറച്ചൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ അത് കുറച്ചൊക്കെ ഇപ്പോൾ ഇടാൻ തുടങ്ങി. ഇത് ഞാനിപ്പോൾ പറയുന്ന കേട്ടോ നിങ്ങളിത് വലിയ ചാനലാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഞാൻ എൻ്റെ കഥകൾ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ഇടാം അങ്ങനെ അങ്ങ് ഇടാം. കുഞ്ഞു മിനി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൽ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര എഫേർട്ടാണ്. കാണുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വോയിസ് ഓവർ ആണെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് വരുമ്പോൾ ഇച്ചിരി ടഫാണ്. അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി ഞാൻ കുറച്ച് സ്ലോ ആണ്. പിന്നെ എനിക്ക് കുറച്ച് പെർഫെക്ഷനിസം ഒരു ഇച്ചിരി ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിലേ വന്ന് കൺസിസ്റ്റൻസി കുറച്ച് കുറവാണ്. ഇപ്പോഴും എനിക്ക് അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ല, ഒട്ടുമേ ഇല്ല. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ആക്കി വരാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര കണ്ട് നടക്കുമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമോ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അങ്ങ് ഇരുന്ന് കാച്ചുവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊരു എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാക്കി ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാക്കി കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം. ഇപ്പം ബ്യൂട്ടി വ്ളോഗ് എന്നൊക്കെ പറയുമ്പം നമുക്കൊരു പ്രോഡക്റ്റ് തീർന്നാൽ നമുക്ക് മേടിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ അതിന് കുറച്ചും കൂടി നാട്ടിലാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കിയാലും എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത് നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പം
കുറച്ച് അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ആഗ്രഹം, ഒരു കൊതി കൊണ്ട് ഇവിടെ എനിക്ക് പറ്റുന്ന പോലത്തെ കണ്ടൻറ്റ് എടുത്ത് ഇനി ഇത് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എത്ര കണ്ടത് മുന്നോട്ട് പോകുമെന്നുള്ളത് വരും സമയങ്ങളിൽ, വരും കാലങ്ങളിൽ നമുക്കറിയാം. ഇവിടെ ജോലിക്കൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, അല്ല ജോയിൻ ചെയ്തിട്ടൊന്നല്ല, ഇവിടെ ജോലി കിട്ടാൻ നല്ല ടഫാണ്. കിട്ടുന്നതാണെങ്കിൽ കുറച്ച് ദൂരോട്ടുമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും പോകാനുള്ള സാഹചര്യം ഇപ്പോൾ എനിക്ക് എന്തായാലും ഇല്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ മുന്നോട്ട് എൻ്റെ സമയമൊക്കെ ഇങ്ങനെ ചിലവഴിച്ച് പോകാമെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അത്ര ഫ്രീ അല്ല. ഒരു 3 നേരത്തെ ഫുഡൊക്കെ കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയൊക്കെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ആ കിട്ടുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എഡിറ്റിങ്ങും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് എടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഇവിടെ നല്ല ചൂടാണ്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഈ ഇപ്പോൾ രാത്രിയല്ലേ, ഇത്രയും സമയമായിട്ടും ചൂടിന് ഒരു കുറവുമില്ല, നന്നായിട്ട് ചൂടാണ്. പക്ഷേ ഇവിടെ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ ടൈം കുറേ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള സ്പേസ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. റൂമല്ല, ശരിക്കും വീടാണ് എനിക്ക്. വീട്ടിലെന്ന് പറയുമ്പം ചേട്ടൻ രാവിലെ പോവും, ഒരു 7 മണിക്കാകുമ്പോൾ പോവും. പിന്നെ വരുന്നത് 6 മണി, ചിലപ്പോൾ 9 മണി വരെയൊക്കെ ആവും. അപ്പോൾ അത്രയും സമയം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ സമയമൊക്കെ ശരിക്കും ഇപ്പം പരമാവധി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു മാസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമായിരുന്നു. കുറേ ഞാൻ ഉറങ്ങി തീർത്തു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയാണ് പതിയെ അന്ന് എനിക്ക് ബ്യൂട്ടി വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് വേറൊരു വീഡിയോസ് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. എൻ്റെ കൈയുടെ ആക്ഷൻ എനിക്ക് കുറച്ച് കൂടുതലാണ് പണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ വിശേഷം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ളത്, ഞാൻ പഠിച്ച കോഴ്സ് PG വരെയാണ് ഞാൻ പഠിച്ചത്. ജേർണലിസമാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ലൈഫ് ഇപ്പം ഞാൻ കുറച്ച് കുക്കിങ്ങിലൊക്കെ എനിക്ക് കുക്കിങ്ങിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഒന്നുമല്ല. നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രെസ്സ് കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ആങ്സൈറ്റി ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ സ്ട്രെസ്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ഇവിടെ നിൽക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഭാവിയിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് പിന്നീട് ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ലേ. ഇത്രയൊക്കെ ഉള്ളൂ എന്നെക്കുറിച്ച് പറയാനായിട്ട്. ഇനി എനിക്ക് വരും കാലങ്ങളിൽ ഇനി എങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയുള്ള വീഡിയോസ് എൻ്റെ ഒരു സ്പേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കും. ഒരു 20 പേർക്കെങ്കിലും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കും. ഒരു 20 പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുവാണ് വീഡിയോ ചെയ്യാനായിട്ട്. ബാക്കിൽ ഇങ്ങനെ സേഫായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറേ വണ്ടികളുടെ ഒച്ചപ്പാട്. ഇപ്പോൾ 3ാമത്തെ സ്ഥലമായി മാറി നിൽക്കുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായത് രാത്രിയിൽ വീഡിയോ ചെയ്യാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്ത് പോയി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. അത്ര ഈസി അല്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.